എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസിന് മുന്നുള്ള ചെറിയൊരു ഒരുക്കങ്ങളും അതുപോലെ ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെയാണ് ഈ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വീഡനിലെ മാൽമോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊറോണ കേസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ വളരെ കുറവായിരുന്നു, പക്ഷേ ഈ സമയത്ത് ഭയങ്കരമായിട്ട് കൂടുതലാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ. അപ്പോൾ പുറത്തൊന്നും ഞങ്ങളധികം പോകാറില്ല. ഇത് നമ്മൾ വളരെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് മോളിൽ നടന്നു പോയി എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ക്രിസ്മസ് ടൈമിൽ ഇതുപോലെ ചുമന്ന കളറിലുള്ള പൂക്കളുള്ള ഒരു പ്ലാന്റ് കിട്ടും. അതുപോലെ ഒരുപാട് വെറൈറ്റിയിലുള്ള പ്ലാന്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വീടിനകത്ത് വെക്കുന്ന ചെടിച്ചട്ടികൾ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഈ കാണുന്ന വൈറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇവിടെ സാന്റാ ലൂസിയ എന്ന് പറഞ്ഞ് ഒരു ഡേ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. എല്ലാ വർഷവും ഡിസംബർ 12 ആ സമയത്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പം ലേഡീസ് ഇങ്ങനെ ക്യാൻഡിലൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഒന്നാണ് ജിഞ്ചർ ബ്രെഡ് കുക്കീസ് വെച്ചിട്ട് ഇതുപോലെ വീടുണ്ടാക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരുപാട് ക്യാൻഡിൽസ് കിട്ടും നമ്മൾ കടകളിൽ. മിക്കതും വൈറ്റും അതുപോലെ തന്നെ റെഡ് കളറിലുള്ള ക്യാൻഡിൽസാണ്. നല്ലൊരു ചെറിയൊരു മണമുള്ള ക്യാൻഡിൽ കൂടിയാണ് ചിലതൊക്കെ. പിന്നെ ഒരുപാട് തരത്തിലുള്ള ക്രിസ്മസ് ട്രീകളുണ്ട്. അപ്പം വലുതും ചെറുതുമായിട്ട്. പിന്നെ ശരിക്കും ജീവനുള്ള പ്ലാന്റും ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലും ഉണ്ട്. അതുപോലെ ഒരുപാട് സ്റ്റാറുകൾ. പിന്നെ ഇതുപോലത്തെ ക്യാൻഡിൽസ് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ക്യാൻഡിൽസ് സന്ധ്യയും ആകുമ്പോഴും രാവിലെ ആകുമ്പോഴും ജനലിൻ്റെ അവിടെ വെക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്, അത് കത്തി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാർ ഉണ്ട്. സ്റ്റാൻഡിൽ വെക്കുന്ന സ്റ്റാറാണ് ഏറ്റവും ഭംഗി. അത് പുറത്ത് ജനാലയിൽ കൂടെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ആ സ്റ്റാർ കാണാനായിട്ട്. സ്റ്റാറും മെയിനായിട്ടും വൈറ്റും അതുപോലെ റെഡും കളറിലാണ് വന്നിട്ടുള്ളത്. നമ്മളിത്തവണ ചെറിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലമില്ലാത്തത് കാരണം ചെറിയൊരെണ്ണമാണ് വാങ്ങിയത്. അത് കുറച്ച് ഡെക്കറേഷനും കുട്ടികൾ ചെയ്തു. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ഒരുപാട് ഇവിടെ ആളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുകയാണ്. എന്നാലും കുറച്ച് പേരൊക്കെ വെളിയിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മാസ്ക് ഒക്കെ വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് പുറത്ത് പോകുന്നത്. അപ്പോൾ ക്രിസ്മസ് വ്ളോഗ് ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു വ്ളോഗ് കൂടി ചെയ്യും. ഈ കൊറോണയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ഇനി ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ വ്ളോഗിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കുക്കി കട്ടേഴ്സും ക്രിസ്മസ് ടൈമിൽ ഇവിടെ കിട്ടും, പല ഷേപ്പിലുള്ളതും. ഇത് കുറച്ച് വലിയ ഷേപ്പിലുള്ളതാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ആക്സസറീസും അതിന് താഴെ വെക്കാനായിട്ടുള്ള ഗിഫ്റ്റുകളും ഒക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചോക്ലേറ്റുകളാണ്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ഇതൊരു ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച രാവിലെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മളിപ്പം ഞാനും ഹസ്ബൻഡും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശമാവ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയോ ഇഡ്ഡലിയോ ഏതാണെന്ന് വെച്ചാൽ ഞാൻ സൗകര്യം പോലെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ദോശയാണ്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്ന ഈ കല്ലെന്ന് പറയുന്നത് അയണിൻ്റെ ഇൻഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കല്ലാണ്, നല്ല ഇരുമ്പാണ്. അപ്പോൾ ഇത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളിവിടെ അടുത്തൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഓൺലൈനായിട്ടല്ല, നേരിട്ട് പോയി വാങ്ങിയതാണ്. ഇവിടെ ഒരാൾക്ക് ക്രിസ്പി ദോശയും ഒരാൾക്ക് സോഫ്റ്റ് ദോശയാണ്. അപ്പോൾ 2 ടൈപ്പിലുള്ള ദോശ നമ്മളിപ്പോൾ ഉണ്ടാക്കുകയാണ്. ഈ ദോശമാവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ദോശമാവ് തന്നെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം, ക്രിസ്പി ദോശ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിക്കും ഈ ഒരു ഒറ്റ മാവ് മതി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. നമ്മൾ ക്രിസ്പി മസാല ദോശയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നും കുറച്ചൊരു വേരിയേഷൻ വരുത്തിയിട്ടാണ് ഈ മാവ് ഞാൻ തയ്യാറാക്കാറുള്ളത്. ഇത് ഒരിക്കലും ഞാൻ ഇടാം. ആദ്യത്തെ തവണ ദോശ ഉണ്ടാക്കുമ്പം ഇളകി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കുണ്ട്. നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒന്നടിച്ചതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്താൽ മതി, നന്നായിട്ട് വീണ്ടും ഇളകി കിട്ടും. അതുപോലെ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളെപ്പോഴും എണ്ണ തടവിയിട്ട് സൂക്ഷിച്ച് വെക്കുക. വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് ദോശയൊക്കെ ഇളകി കിട്ടും. ദോശയും ചപ്പാത്തിയും ഒക്കെ തയ്യാറാക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പാനാണ്. അപ്പോൾ ഇത് ആമസോണിലും അവൈലബിൾ ആയിരിക്കും ഈ ടൈപ്പിലുള്ളത്. നമ്മുടെ സാധാരണ നാട്ടിൽ കിട്ടുന്ന പാൻ തന്നെയാണ്. അപ്പം ദോശ ഒരു 8 മണി ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് അവർക്ക് വിശക്കുന്നത്. സാധാരണയായിട്ട് ആ സമയത്താണ് അവർ ഫുഡ് കഴിക്കാറുള്ളത്. ശനി ഞായറും അവർ നേരത്തെ എണീക്കും. അവരെന്നും 7 മണി സമയമാകുമ്പോഴാണ് എണീക്കാറ്. അപ്പം എന്നും ശനി ഞായറാകുമ്പോഴും സെയിം സമയത്ത് തന്നെ അവർ എണീക്കും.
അപ്പോൾ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്ന് സാമ്പാറും ചമ്മന്തിയൊന്നും ഇല്ല, ബട്ടറും കൂട്ടിയാണ് അവർ കഴിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പാല് കൊടുക്കാറുണ്ട്. അപ്പം അവർക്ക് തേങ്ങാ ചമ്മന്തി ഇഷ്ടമാണ്. അതുപോലെ മുത്തിൻ്റെ ഇഷ്ടമല്ല പൊന്നിന്, മുത്തിന് സാമ്പാറൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് സാമ്പാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ ഇന്ന് നമ്മളൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരാൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ആ ചിക്കൻ ബിരിയാണിയുടെ പ്രിപ്പറേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു 12 മണി 11:30 ആ സമയത്താണ്. അപ്പോൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കാപ്പിയുടെ എന്തെങ്കിലും ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്മൂത്തി ആയിരിക്കും. ചിലപ്പം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണമായിരിക്കും. അപ്പോൾ അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടല്ല, ഓരോ ദിവസം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ കാണിക്കാറുള്ളൊരു സ്മൂത്തിയാണ്. 2 പഴവും ഒരു 1/4 കപ്പ് ഓട്സും 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സും 1 ടീസ്പൂൺ കറുത്ത എള്ളും അതുപോലെ 3-4 ബദാമും, പിന്നെ അത് തേങ്ങാപ്പാലിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് സ്മൂത്തി. നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഇപ്പം സെപ്റ്റംബറൊക്കെ തൊട്ട് ഞങ്ങൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷേ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്ത് ആ സമയം. ഞാൻ 8 മണിക്കൂർ ഇൻ്റർവെല്ലിൽ മാത്രമേ കഴിക്കുള്ളൂ, ബാക്കി 16 മണിക്കൂർ ഫാസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വീഡിയോ വിശദമായിട്ട് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും മെനു സഹിതം നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. മണി പ്ലാന്റും അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സ്നേക്ക് പ്ലാന്റ് ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ. അപ്പം ഞാനവിടെ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന പ്രിപ്പറേഷനിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ബിരിയാണി തയ്യാറാക്കി നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊടുത്തു. ഞങ്ങളൊരു 2 മണി 3 മണി സമയമാകുമ്പോഴാണ് വീണ്ടും കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ പടം വര, TV കാണൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ശനിയാഴ്ച കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചധികം ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പം ഞായറാഴ്ചയും അതുപോലെ തന്നെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തയ്യാറാക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് ഫുൾ ടൈം അടുക്കളയിൽ നിൽക്കും. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ്. അപ്പം ഫുഡിനൊക്കെ വേണ്ടിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ എഡിറ്റിങ്ങും അതുപോലെ ഷൂട്ടിങ്ങും ഒക്കെ വളരെ ഈസിയാണ്. അപ്പം നല്ലൊരു ഫ്രൈഡ് ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു. അപ്പം ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബിരിയാണിയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചപ്പോഴത്തേക്കും വൈകിട്ടായി. അപ്പോൾ ഇവിടെ ഇപ്പം വിൻ്റർ സമയമാണ്. അപ്പോൾ വിൻ്റർ സമയത്ത് പെട്ടെന്ന് തന്നെ രാത്രിയാവും. ഇത് 3 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇരുട്ടായി തുടങ്ങും. അപ്പോൾ ഇത് വെള്ളിയാഴ്ച വരേണ്ട ഇന്ത്യൻ ഗ്രോസറിയാണ്. നമ്മൾ ഗ്രോസറി ഓൺലൈൻ വഴിയാണ് ഇപ്പം ഷോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പച്ചക്കറികൾ, നാടൻ പച്ചക്കറികളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില, അതുപോലെ മുരിങ്ങയില, വാഴക്കൂമ്പ്, അതുപോലെ ചെങ്കതളി,
നെല്ലിക്ക അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടുന്ന ഐറ്റംസൊക്കെ കിട്ടും ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ വരേണ്ട ഡെലിവറി ആയിരുന്നു. പക്ഷേ അവർ ഒത്തിരി ഓർഡേഴ്സ് കാരണം അവർ ശനിയാഴ്ചയാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ ഈ കറിവേപ്പില കുറച്ചൊന്ന് പൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പൊഴിയാത്തത് ബാക്കി തണ്ടോട് കൂടി തന്നെ നമ്മളൊരു സിപ്പ് ലോക്ക് ബാഗിൽ ആക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില നമ്മൾ സിപ്പ് ലോക്കിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. സമയമാകുമ്പോൾ നമുക്ക് കഴുകിയിട്ട് എടുത്തിട്ടാൽ മതി. കഴുകുന്നതിന് മുൻപാണ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടത്. അതുപോലെ ഒട്ടും തന്നെ വെള്ളമയം കാണാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് അതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അടയ്ക്കുക. അതിന് ശേഷം ഫ്രീസറിൽ വെക്കുക. അപ്പോൾ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പില ഈ അടുത്ത് വരെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പച്ച കളറിൽ ഇരിക്കും. അപ്പോൾ ഇതിങ്ങനെയാണ് കറിവേപ്പില സൂക്ഷിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒന്നാണ്, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ബാക്കി കവറിൽ പൊഴിഞ്ഞു പോയതെല്ലാം കൂടി ഒരു ഗ്ലാസ് കുപ്പിയിലിട്ട് നോർമൽ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് നമ്മൾ നോർമൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കത് കറുത്ത് ചീത്തയായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് കൂടാതെ നമ്മൾ പച്ചമുളക് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത് നോക്കാം. ഇത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇതുപോലുള്ള ഗ്ലാസ് കുപ്പിയിൽ പച്ചമുളക് എടുക്കുക. അതിൻ്റെ ഈ ഒരു തണ്ട് ഒന്ന് കളയുക. തണ്ടോട് കൂടി വെക്കുകയാണെങ്കിൽ അത് അഴുകിപ്പോവും. അപ്പോൾ എല്ലാം ഇതുപോലെ എടുത്ത് വെക്കുക. ഒട്ടും തന്നെ വെള്ളമയം പാടില്ല. അതുപോലെ തന്നെ പഴുത്തതും കുറച്ച് മഞ്ഞയൊക്കെ ആയിട്ടുള്ളതും ഏറ്റവും മുകളിലിടുക. നല്ല പച്ചയായിട്ടുള്ളത് ഏറ്റവും താഴെ ഇടുക. അപ്പോൾ ഇങ്ങനെയാണ് പച്ചമുളകും ഇങ്ങനെ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടാകാതെ കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ച് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഷോപ്പ് ചെയ്തിട്ടുള്ളത് സ്പൈസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് ഗോതൻബർഗിലുള്ള ഒരു കടയിൽ നിന്നാണ്. അവർ മാൽമോയിലേക്കും ലുണ്ടിലേക്കും ഡെലിവറി ഉണ്ട്. അപ്പോൾ അതൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുക. അപ്പോൾ അവരറിയിക്കും എന്നാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ള ഡെലിവറി എന്നുള്ളത്. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമ്മളൊരു എക്സൽ ഷീറ്റിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് അവർ ഡെലിവറി എടുക്കുന്നത്. ബാക്കിയുള്ള പലചരക്കൊക്കെ നമ്മൾ സൈറ്റിൽ കയറിയിട്ട് ഓരോന്നായിട്ട് പർച്ചേസ് ചെയ്യണം. പേയ്മെൻറ്റൊക്കെ നമ്മൾ അവർ നേരിട്ട് സാധനം കൊണ്ടുവരുമ്പോഴാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് പേരൊക്കെ കറിവേപ്പില എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്നത് ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട്, അതായത് തേങ്ങ തിരകിയത് ഫ്രീസ് ചെയ്തിട്ടുള്ളതാണ്. ഓരോ പാക്കറ്റായിട്ടാണ് ഇവർ വെച്ചിട്ടുള്ളത്. വളരെ ഈസിയാണ് എടുത്ത് ഉപയോഗിക്കാനും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ടിനെക്കാട്ടിലും രുചിയാണ് ഈ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇത് കൂടാതെ പല പല പച്ചക്കറികളുണ്ട്. നമ്മുടെ ചക്ക, പച്ചച്ചക്ക, അതുപോലെ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങയ്ക്ക അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഇതുപോലെ കവറുകളിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്ക അടിപൊളിയാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഫ്രഷ് ചക്ക കഴിക്കുന്ന പോലെ തന്നെയാണ്, അടിപൊളിയാണ്. അപ്പോൾ അതുപോലെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഇവിടെ കിട്ടും. പഴുത്ത ചക്ക ഫ്രഷ് ആയിട്ടുള്ളതും കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ താമസിക്കുന്നവർക്ക് ആർക്കെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇത്രയും ഷെയർ ചെയ്തത്. ഈ അടുത്താണ് നമ്മൾ അറിഞ്ഞത്. നമ്മുടെ നാടൻ പച്ചക്കറികൾ വാങ്ങാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വ്ളോഗ്സ് നമ്മൾ ഉൾപ്പെടുത്തും. ക്രിസ്മസിനെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി വ്ളോഗുകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മൾ ഒരുപാട് ക്രിസ്മസ് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം അവിടെ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യുക നിങ്ങളുടെ ട്രൈ ചെയ്യുന്ന റെസിപ്പീസിൻ്റെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്